എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, പുതിയൊരു തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളെ കാണാനും അനുഭവിക്കാനും പഴയ തലമുറകൾക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞുള്ള ഒരു തലമുറയ്ക്ക് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്ത കാര്യങ്ങളെ കാണാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ്, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എൻ്റെ കയ്യിൽ ഒരു നാളികേരത്തിൻ്റെ തൊണ്ടേൽപ്പിച്ചിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഒരല്പം കനല് അതിനകത്ത് സൂക്ഷിച്ചു കൊണ്ടുവരാൻ ഏൽപ്പിക്കുമായിരുന്നു. അന്നൊരു തീപ്പെട്ടി പോലും തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കടം വാങ്ങേണ്ടിയിരുന്ന കാലഘട്ടമായിരുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിലും ഇതേ അവസ്ഥയായതുകൊണ്ടാണ് അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കത്തിച്ച തീയിൽ നിന്ന് ഒരല്പം കനല് വാങ്ങിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചത്. ആ കനല് വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചു നേരം പണിപ്പെട്ട് ഒരു തീയൂത്തുകുഴൽ കൊണ്ട് അതിനെ ഊതി 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 ആ കനലിനെ വലിയൊരു തീയാക്കി മാറ്റും. അങ്ങനെയാണ് പല നാളുകളിലും എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങൾക്ക് ആഹാരം ഒരുക്കി തന്നിരുന്നത്. എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം വിശ്വാസത്തിൻ്റെ കനലുകളെ നൽകിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കനലുകളെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പാരമ്യത കൊണ്ട് അതൊരു വലിയ തീയായി രൂപപ്പെടാൻ നമ്മൾ പണിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ മുന്നേറണം, പ്രാർത്ഥനയാൽ അത് നേടിയെടുക്കണം. 39-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു: എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ കനലുകൾ കൊണ്ട് നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പകലിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ വിശ്വാസത്തിന്റെ കനലുകളെ ഒരു വലിയ തീയായി രൂപപ്പെടുത്താൻ, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ദൈവമക്കൾ ഒരുമിച്ച് അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകമുണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം, അവരുടെ ജീവിതത്തെ മാനിക്കണം. വിശ്വാസത്തിന്റെ ബഹുത്വത്താൽ അവരിൽ അഗ്നി ഉളവാകാൻ സ്വർഗമേ നീ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.